നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഇൻ ദ സർക്യൂട്ട് ഗിവൺ ബിലോ വാട്ട് ഈസ് ദ മാക്സിമം പവർ ട്രാൻസ്ഫർ ടു ദ ലോഡ്? ഒരു സിമ്പിൾ സർക്യൂട്ട് തന്നിട്ടുണ്ട്. ആ സർക്യൂട്ടിൽ ഒരു വോൾട്ടേജ് സോഴ്സ് ഉണ്ട്, 2 റെസിസ്റ്റേഴ്സ് ഉണ്ട്. അതിൽ ഈ റെസിസ്റ്ററിനെ RL എന്ന് പറഞ്ഞിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് വേരിയബിൾ ലോഡാണ്, അതുകൊണ്ടൊരു ആരോ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്യാം. അപ്പോൾ ഇതിൽ ചോദിച്ചിരിക്കുന്നത് ലോഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്ന മാക്സിമം പവർ എത്രയാണെന്നാണ്. അതായത് ഈ ലോഡ് റെസിസ്റ്ററിലേക്ക് സോഴ്സിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്ന മാക്സിമം പവർ. ഇത് ഈ ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യേണ്ടത് മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറം വെച്ചിട്ടാണ്. ഓക്കെ, വി ഹാവ് മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറം. അങ്ങനെ ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്ന മാക്സിമം പവറിന് ഡയറക്റ്റ് എക്സ്പ്രഷൻ ഉണ്ട്. Pmax ഈസ് ഈക്വൽ ടു VS² ഡിവൈഡഡ് ബൈ 4RL. ഇങ്ങനെ ഒരു ഡയറക്റ്റ് എക്സ്പ്രഷൻ ഉണ്ട്. മാക്സിമം പവർ തിയറം പ്രകാരം, മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറം പ്രകാരം ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്ന മാക്സിമം പവറിൻ്റെ എക്സ്പ്രഷനാണിത്. അപ്പോൾ ഇതിൽ VS എന്ന് ഉദ്ദേശിക്കുന്നത് സോഴ്സ് വോൾട്ടേജ്, RS എന്ന് ഉദ്ദേശിക്കുന്നത് സോഴ്സ് വോൾട്ടേജിന് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുന്ന റെസിസ്റ്റൻസ്. ഓക്കെ, അപ്പോൾ ഈ ഒരു എക്സ്പ്രഷൻ ഓർമ്മയുണ്ടെങ്കിൽ ഇവിടെ എല്ലാം നമുക്ക് തന്നിട്ടുണ്ട്. VSൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്, RSൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, കണ്ടുപിടിക്കാം. വേറൊരു കാര്യം, നിങ്ങൾക്കിത് ഈ ഫോമിൽ ഓർമ്മയില്ല എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഒരു സിമ്പിൾ കാര്യം നിങ്ങൾ ഓർത്തിരുന്നാൽ മതി. മാക്സിമം പവർ സോഴ്സിൽ നിന്ന് ലോഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ ലോഡ് റെസിസ്റ്ററിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് സീരീസ് റെസിസ്റ്ററിൻ്റെ വാല്യൂ ആയിട്ട് സെയിം ആയിട്ടുണ്ടാവണം. അങ്ങനെയാണെങ്കിലാണ് മാക്സിമം പവർ ട്രാൻസ്ഫർ ചെയ്യപ്പെടുക. ഇതാണ് മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ലോഡ് ഏത് ലോഡ് വാല്യൂ കണക്ട് ചെയ്യുമ്പോഴാണ് മാക്സിമം പവർ ലോഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നത്? വെൻ RL ഈസ് ഈക്വൽ ടു RS. ഇതാണ് എന്ത് മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറം എന്ന് പറയുന്നത്. ഇത് പ്രകാരം ഈ RS എന്ന് പറയുന്നത് 5 Ohm ആണെങ്കിൽ RLും എത്ര തന്നെ കണക്ട് ചെയ്യേണ്ടി വരും? 5 Ohm തന്നെ കണക്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ കൊടുത്തിരിക്കുന്ന സോഴ്സ് നോക്കുക, എത്രയാണ്? 20 വോൾട്ടാണ് കൊടുത്തിരിക്കുന്ന സോഴ്സ്. 2 റെസിസ്റ്റേഴ്സ്, രണ്ടും ഈക്വൽ റെസിസ്റ്റേഴ്സ്. അപ്പോൾ എന്ത് ചെയ്യും? ഈ വോൾട്ടേജ് 2 റെസിസ്റ്റേഴ്സിനും ഇടയിൽ ഈക്വൽ ആയിട്ട് ഡ്രോപ്പ് ചെയ്യും. എന്ന് വെച്ച് കഴിഞ്ഞാൽ 20 വോൾട്ടിലെ 10 വോൾട്ട് ഇവിടെയും ഡ്രോപ്പ് ചെയ്യും, 10 വോൾട്ട് ഇവിടെയും ഡ്രോപ്പ് ചെയ്യും. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 10 വോൾട്ട് എന്ന് പറയുന്നത് VS/2 രണ്ട് സ്ഥലത്തും ഡ്രോപ്പ് ചെയ്യും. അപ്പോൾ VS/2 വോൾട്ടേജ് നമുക്ക് കിട്ടി, റെസിസ്റ്റൻസ് വാല്യൂ നമുക്ക് കിട്ടി. അപ്പോൾ മാക്സിമം പവറിൻ്റെ എക്സ്പ്രഷൻ എന്താ? V² ഡിവൈഡഡ് ബൈ R. ഇത് ഏതിന് അക്രോസുള്ള പവറാണ്? ലോഡ് റെസിസ്റ്ററിന് അക്രോസുള്ള പവർ. എത്രയാണ് ലോഡ് റെസിസ്റ്ററിന് അക്രോസുള്ള വോൾട്ടേജ്? VL. എത്രയാണ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചത്? 10 ആണ്. സോ 10² ഡിവൈഡഡ് ബൈ വാട്ട് ഈസ് ദ റെസിസ്റ്റൻസ് വാല്യൂ? 5. സോ 100 ഡിവൈഡഡ് ബൈ 5 ദാറ്റ് ഈസ് 20 വാട്ട്സ് ആണ് ആൻസർ ആയിട്ട് വരിക. ഓക്കെ, അപ്പോൾ ഇതേ സംഭവം തന്നെ നിങ്ങൾ ഈ ഫോർമുലയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ VS എത്രയാണ്? 20² ഡിവൈഡഡ് ബൈ 4 ടൈംസ് വാട്ട് ഈസ് RL വാല്യൂ? 5. ഫോർ RL അല്ലെങ്കിൽ RS രണ്ടും സെയിം തന്നെ. സോ 20² ഡിവൈഡഡ് ബൈ 20 വരും. ദാറ്റ് ഈസ് ഓൾസോ 20 വാട്ട്സ്. അപ്പോൾ എങ്ങനെ ചെയ്ത് കഴിഞ്ഞാലും മാക്സിമം പവറിൻ്റെ വാല്യൂ നമുക്ക് എത്രയാണ് കിട്ടുക? ദ ആൻസർ വി വിൽ ഗെറ്റ് ഇറ്റ് ആസ് 20 വാട്ട്സ്. ഓപ്ഷൻ സി. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഈ മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറത്തിൻ്റെ കണ്ടീഷൻ അറിയാമെങ്കിൽ വിത്തിൻ 10 സെക്കൻഡ്സ് 20 സെക്കൻഡ്സിനുള്ളിൽ നമുക്ക് ഇതിൻ്റെ ആൻസർ കണ്ടുപിടിക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിറ്റർമൈൻ ദ കറണ്ട് ഡ്രോൺ ബൈ ദ സർക്യൂട്ട് ഷോൺ ബിലോ. അപ്പോൾ ഒരു സർക്യൂട്ട്, അത്യാവശ്യം കുറേ റെസിസ്റ്റേഴ്സൊക്കെ കണക്ട് ചെയ്തിട്ടുള്ള ഒരു സർക്യൂട്ട്, ഇതിൻ്റെ അകത്ത് ഈ സർക്യൂട്ട് ഡ്രോ ചെയ്യുന്ന കറണ്ട് എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. എന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെ നിന്നായിരിക്കും കറണ്ട് ഡ്രോ ചെയ്യുക? സോഴ്സ് നിന്നായിരിക്കും കറണ്ട് ഡ്രോ ചെയ്യുക. സോഴ്സ് എവിടെ? ഇതാണ് സോഴ്സ്. അപ്പോൾ ഇത് സോഴ്സ് ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ സോഴ്സിൽ നിന്ന് ഡ്രോ ചെയ്യുന്ന കറണ്ട് I എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് വോൾട്ടേജ് വാല്യൂ ഇവിടെ തന്നിട്ടുണ്ട്, കുറേ റെസിസ്റ്റൻസ് വാല്യൂവും അറിയാം. അപ്പോൾ ഈ പോയിന്റിൽ നിന്നാണ് കറണ്ട്, ഈ പോയിന്റിൽ നിന്ന് ഉള്ളിലേക്കാണ് കറണ്ട് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പോയിന്റിൽ നിന്ന് റൈറ്റിലേക്കുള്ള ഇക്വലൻ്റ് റെസിസ്റ്റൻസ് എന്ന് പറയാൻ കാരണം എന്താ? ഒരുപാട് റെസിസ്റ്റേഴ്സ് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പോയിന്റിനും ഒരു റെഫറൻസ് പോയിന്റിനും ഇടയിലുള്ള ഇക്വലൻ്റ് റെസിസ്റ്റൻസ് നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ വോൾട്ടേജ് ഡിവൈഡഡ് ബൈ റെസിസ്റ്റൻസ് ഗിവ്സ് ദ വാല്യൂ ഓഫ് കറണ്ട്. R ഇക്വലൻ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത് ബിറ്റ്വീൻ ദ പോയിന്റ്സ് A ആൻഡ് B. ഇത്രേ ചെയ്യാനുള്ളൂ. ഈ റെസിസ്റ്റേഴ്സ് കണക്ട് ചെയ്തിരിക്കുന്നത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടാണെന്ന് തോന്നും, പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഭവമുണ്ട്. ഇവിടെ നമുക്ക് സ്റ്റാർ ഡെൽറ്റ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്, അല്ലെങ്കിൽ ഡെൽറ്റ സ്റ്റാർ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അതായത് സ്റ്റാർ ഡെൽറ്റ ട്രാൻസ്ഫോർമേഷനും ഡെൽറ്റ സ്റ്റാർ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലൊരു നെറ്റ്വർക്ക് ഉണ്ട്, അത് ഡെൽറ്റ ഷേപ്പിൽ കണക്ട് ചെയ്തിരിക്കുന്ന ലോഡ്സ് കണക്ട് ചെയ്തിരിക്കുന്ന ഒരു നെറ്റ്വർക്ക് ആണെങ്കിൽ ഇതിനെ നമുക്ക് ഇക്വലൻ്റ് ആയിട്ട് സ്റ്റാർ കണക്ഷനായിട്ട് കൺവേർട്ട് ചെയ്യാം. അതാണ് ഡെൽറ്റ സ്റ്റാർ കൺവേർഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റാർ കണക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് സ്റ്റാർ കണക്ഷൻ. അപ്പോൾ ഇത് A, ഇത് B, ഇത് C ആണെങ്കിൽ ദിസ് ഈസ് B, C,
ആൻഡ് എ ഇങ്ങനെ നമുക്ക് കൺവേർട്ട് ചെയ്യാം ഇതുപോലുള്ള നെറ്റ്വർക്കിനെ. അപ്പോൾ ശരിക്കും എത്രയായിരിക്കണം ഈ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ വിത്ത് റെസ്പെക്ട് ടു ഈ റെസിസ്റ്റൻസ് എന്നുള്ളതിനൊക്കെ റൂൾ ഉണ്ട്. സിമിലർലി നമുക്ക് ഡെൽറ്റയെ തിരിച്ച് ഇങ്ങോട്ടേക്കും കൺവേർട്ട് ചെയ്യാം. ഒരു സ്റ്റാർ തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനെ ഡെൽറ്റയായിട്ടും കൺവേർട്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് കംപ്ലീറ്റ് എക്സ്പ്രഷൻ മനസ്സിലാക്കുന്നതിന് പകരം നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന റെസിസ്റ്റർ ഇത് 2 ഓം, ഇത് 2 ഓം, ഇത് 2 ഓം. അപ്പോൾ നോക്കി ഇതൊരു സ്റ്റാർ കണക്ഷനാണ്. നമ്മൾ എഴുതിയ പോലെ സ്റ്റാർ കണക്ഷൻ പറയുന്ന വേറൊരു പേരാണ് വൈ. അപ്പോൾ ഇതൊരു വൈ നെറ്റ്വർക്കാണ്. ഇനി ഡെൽറ്റ കണക്ഷൻ ഇവിടെയുണ്ട്. ഡെൽറ്റ കണക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 6 ഓം, ഈ 6 ഓം, ഈ 6 ഓം, ഈ 3 6 ഓമുകളും ഏതാണ്ട് ഒരു ഡെൽറ്റ ഫോമിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് വരച്ചപ്പോൾ റെക്റ്റാങ്കിളായിട്ട് വരച്ചു എന്നേ ഉള്ളൂ. പക്ഷേ ഇതൊരു ട്രയാങ്കിളായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ഡെൽറ്റ ഫോമിൽ നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പോൾ ഒന്നുകിൽ ഡെൽറ്റേനെ സ്റ്റാർ ആക്കി മാറ്റാം, അല്ലെങ്കിൽ സ്റ്റാറിനെ നമുക്ക് ഡെൽറ്റ ആക്കിയിട്ട് മാറ്റാം. അപ്പോൾ ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാറിനെ ഡെൽറ്റയാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സ്റ്റാറിനെ ഡെൽറ്റയാക്കി മാറ്റുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടൈപ്പ് നെറ്റ്വർക്കിനെ ഈ ടൈപ്പ് നെറ്റ്വർക്കാക്കി മാറ്റുകയാണ്. ABC എന്ന് പറയുന്ന 3 പോയിന്റ് നമ്മളിപ്പോൾ ഐഡൻറ്റിഫൈ ചെയ്യാം. അപ്പോൾ സ്റ്റാറിനെ ഡെൽറ്റയാക്കി മാറ്റുമ്പോൾ ഞാൻ പറഞ്ഞു കൺഫർമേഷൻ ഇക്വേഷൻ ഉണ്ട്. അപ്പോൾ ഇക്വേഷന് പകരം നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ റെസിസ്റ്റേഴ്സും സെയിം വാല്യൂസ് ആണെങ്കിൽ, സ്റ്റാറിൽ കണക്ട് ചെയ്തിരിക്കുന്ന എല്ലാ റെസിസ്റ്റേഴ്സും സെയിം വാല്യൂ ആണെങ്കിൽ ഡെൽറ്റയിലേക്ക് അത് ട്രാൻസ്ഫോം ചെയ്യുമ്പം എല്ലാ റെസിസ്റ്റേഴ്സിൻ്റെ വാല്യൂ എന്താവും 3 ടൈംസ് R ആയിട്ട് മാറും. ഇതാണ് നമ്മൾ ഓർത്തിരിക്കേണ്ടത് സ്റ്റാറിൽ നിന്ന് ഡെൽറ്റയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ. അപ്പോൾ ഞാനിവിടെ കൺവേർട്ട് ചെയ്യാൻ പോകുന്ന കണക്ഷൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. സ്റ്റാറിനെ ഡെൽറ്റയാക്കുക ചെയ്യുന്നത്. സോ ദിസ് ഈസ് ദ സ്റ്റാർ കണക്ഷൻ വിച്ച് ഐ ആം കൺസിഡറിങ്. ഓക്കെ, ഈ സ്റ്റാർ കണക്ഷനെയാണ് നമ്മൾ കൺവേർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിനെ നമുക്ക് എ എന്ന് വിളിക്കാം, ഈ പോയിന്റിനെ വേണമെങ്കിൽ ബി എന്ന് വിളിക്കാം, ഈ പോയിന്റിനെ സി എന്ന് വിളിക്കാം. അപ്പോൾ ഇതിനെ ഡെൽറ്റ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന ഷേപ്പും കൂടെ ഞാൻ പറഞ്ഞുതരാം. എക്കും സിക്കും ഇടയിൽ ഒരു റെസിസ്റ്റർ, ബിക്കും സിക്കും ഇടയിൽ ഒരു റെസിസ്റ്റർ, എക്കും ബിക്കും ഇടയിൽ മൂന്നാമത്തെ റെസിസ്റ്റർ. ഇങ്ങനെയായിരിക്കും കണക്ഷൻ മാറുക. അപ്പോൾ ഈ നടുവിലത്തെ ബ്രാഞ്ച് ഉണ്ടാവില്ല, പകരം ഈ ട്രയാങ്കുലർ ബ്രാഞ്ച് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ആ സർക്യൂട്ടിനെ ഇത് പ്രകാരം എ ബി എന്ന് പറയുന്ന 2 പോയിൻറ്റ്സിന് അക്രോസ് ഇത് പ്രകാരം നമ്മളൊന്ന് റീഡ്രോ ചെയ്താൽ എങ്ങനെ ഉണ്ടാവുമെന്ന് നമുക്കൊന്ന് നോക്കാം. ഇത് ആക്ച്വലി ഇത്രയും കോംപ്ലിക്കേറ്റഡ് അല്ല, സംഭവം സിമ്പിൾ സർക്യൂട്ടാണ്. പക്ഷേ നമ്മൾ ആ എക്സ്പ്ലെയിൻ ചെയ്യുന്നതുകൊണ്ട് കുറച്ച് ലെങ്തി ആയിട്ട് തോന്നുന്നതാണ്. നിങ്ങൾക്കത് പ്രാക്ടീസ് ഉണ്ടെങ്കിൽ ഒറ്റയടിക്ക് അത് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനീഷ്യലി എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് ഒരു 3 ഓം റെസിസ്റ്റർ ഉണ്ട്. അതിനുശേഷം ഇവിടുന്ന് താഴത്തേക്ക് ഒരു 6 ഓം റെസിസ്റ്റർ ഉണ്ട്. ഒറിജിനൽ സർക്യൂട്ട് ആദ്യം വരയ്ക്കാം. മുകളിൽ ഒരു 6 ഓം റെസിസ്റ്റർ ഉണ്ട്. അതേപോലെ താഴത്തേക്കുള്ള ബ്രാഞ്ചിലും ഒരു 6 ഓം റെസിസ്റ്റർ ഉണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ ഏതൊക്കെ പോയിൻറ്റ്സ് ആണ് എ ബി സി എന്ന് കണക്ട് ചെയ്തത് നിങ്ങൾ ശ്രദ്ധിക്കുക. എ എന്ന് പറയുന്ന പോയിന്റ് ഇതായിട്ടും, ബി എന്ന് പറയുന്ന പോയിന്റ് ഇതായിട്ടും, സി എന്ന് പറയുന്ന പോയിന്റ് ഇതായിട്ടുമാണ് ഞാൻ കൺസിഡർ ചെയ്തത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അതിന് അക്രോസ് കളക്ട് ചെയ്തിട്ടുള്ള സ്റ്റാർ നെറ്റ്വർക്കിനെ ഡെൽറ്റ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പോവുക. അപ്പോൾ ഡെൽറ്റ ആയിട്ട് കൺവേർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ എക്കും സിക്കും ഇടയിൽ ഒരു റെസിസ്റ്റർ, ബിക്കും സിക്കും ഇടയിൽ ഒരു റെസിസ്റ്റർ, എക്കും ബിക്കും ഇടയിൽ വേറൊരു റെസിസ്റ്റർ. ഇങ്ങനെയായിട്ട് മാറും നെറ്റ്വർക്ക്. അപ്പോൾ ഒറിജിനലി ഉണ്ടായിരുന്ന നെറ്റ്വർക്ക് എങ്ങനെയായിരുന്നു എന്നും കൂടെ ഞാൻ ഇതിൽ വരയ്ക്കാം. ഇങ്ങനെയായിരുന്നു ഒറിജിനലി ഉണ്ടായിരുന്ന നെറ്റ്വർക്ക്, ഈ ബ്ലൂ കളറിൽ അല്ലേ, ബ്ലൂ കളറിൽ വരച്ച പോലെ. നമുക്ക് വേണമെങ്കിൽ നേരത്തെ കൺസിഡർ ചെയ്ത് ആ സംഭവം മായ്ച്ചു കളയാം. കണ്ടോ, ഉള്ളിലുണ്ടായിരുന്ന ആ 3 2 ഓമിനെ മാറ്റിയിട്ട് ഞാൻ എന്താക്കി മാറ്റി, ഇക്വലൻ്റ് ഡെൽറ്റയാക്കി മാറ്റി. അപ്പോൾ ഓരോ ഡെൽറ്റ റെസിസ്റ്ററിൻ്റെയും വാല്യൂ എത്രയായിരിക്കും? ഞാൻ പറഞ്ഞു സ്റ്റാറിൽ നിന്ന് ഡെൽറ്റ ഈക്വൽ റെസിസ്റ്റേഴ്സ് ആണ് കൺവേർട്ട് ചെയ്യുന്നതെങ്കിൽ സ്റ്റാറിൽ 6 ആണ്, അല്ലെങ്കിൽ ഡെൽറ്റയിൽ എന്തായിട്ട് മാറും? 3R ആയിട്ട് മാറും. ഇവിടെ സ്റ്റാറിലുള്ള റെസിസ്റ്റേഴ്സ് ഏതാ? 2 ഓം 2 ഓം 2 ഓം. അപ്പോൾ എല്ലാ റെസിസ്റ്റേഴ്സും എത്രയായിട്ട് മാറും? 6 ഓം ആയിട്ട് മാറും. അപ്പോൾ ഇത് 6 ഓം ആവും, ഇത് 6 ഓം ആവും, ഇതും 6 ഓം ആവും. അപ്പോൾ ഇങ്ങനെയായിട്ട് നമ്മളെ നെറ്റ്വർക്ക് മാറും ബിറ്റ്വീൻ എ ആൻഡ് ബി. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? എക്കും ബിക്കും ഇടയിലുള്ള ഇക്വലൻ്റ് റെസിസ്റ്റൻസ് നമ്മൾ കണ്ടുപിടിക്കണം. ഇനി സിമ്പിളാണ് കാര്യങ്ങൾ. നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. കാരണം എക്കും സിക്കും ഇടയിൽ ഒരു 6 ഓം കിടപ്പുണ്ട്, രണ്ടാമതൊരു 6 ഓം കിടപ്പുണ്ട്. അപ്പോൾ എക്കും സിക്കും ഇടയിൽ 2 6 ഓമിൻ്റെ പാരലൽ കോമ്പിനേഷൻ, എക്കും ബിക്കും ഇടയിൽ 2 6 ഓമിൻ്റെ പാരലൽ കോമ്പിനേഷൻ, ബിക്കും സിക്കും ഇടയിൽ 2 6 ഓമിൻ്റെ പാരലൽ കോമ്പിനേഷൻ. 2 സെയിം റെസിസ്റ്റേഴ്സ് പാരലലി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇക്വലൻ്റ് എന്തായിരിക്കും? ആർ പാരലൽ. ഈക്വലൻ്റ് 2 സെയിം റെസിസ്റ്റേഴ്സ് പാരലായിട്ട് കണക്ട് ചെയ്താൽ അതിൻ്റെ ഈക്വലൻ്റ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് R/2 ആയിട്ട് മാറും. അപ്പോൾ 2 6 ഓം കണക്ട് ചെയ്താൽ 3 ഓം ആയിട്ട് മാറും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഈ നെറ്റ്വർക്കിലെ ഈ 2 പോയിൻറ്റ്സിനെ ഒരൊറ്റ ബ്രാഞ്ചായിട്ട് 3 ഓമിൻ്റെ ബ്രാഞ്ചായിട്ട് കൺസിഡർ ചെയ്യാം. ഈ 2 ബ്രാഞ്ചസിനെ ഒറ്റ 3 ഓം ആയിട്ട് കൺസിഡർ ചെയ്യാം. ഈ 2 ബ്രാഞ്ചസിനെ ഒറ്റ 3 ഓം ആയിട്ട് കൺസിഡർ ചെയ്യാം. അപ്പോൾ അങ്ങനെ സർക്യൂട്ടിനെ നമ്മൾ റീഡ്രോ ചെയ്ത് വരയ്ക്കുവാണെങ്കിൽ എങ്ങനെ കിട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് ലൈക്ക് ഇവിടുന്ന് ഇനീഷ്യലി ഒരു 3 ഓം, അത് കഴിഞ്ഞ് എക്കും സിക്കും ഇടയിൽ 2 6 ഓമിൻ്റെ പാരലൽ കോമ്പിനേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 3 ഓം, എക്കും ബിക്കും ഇടയിൽ 2 6 ഓമിൻ്റെ പാരലൽ കോമ്പിനേഷൻ അപ്പോൾ ഒരു 3 ഓം,
ബിക്കും സിക്കും ഇടയിൽ 2 6 ഓമിൻ്റെ പാരലൽ കോമ്പിനേഷൻ 3 ഓം. സോ ദ സർക്യൂട്ട് വിൽ ലുക്ക് ലൈക്ക് ദിസ്. അപ്പോൾ ഇതായത് മാറി എക്കും ബിക്കും ഇടയിലുള്ള സർക്യൂട്ട്. ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, തിരിച്ച് വീണ്ടും ആ സർക്യൂട്ടിൽ നേരത്തെ കണക്ട് ചെയ്തിട്ടുള്ള 50 വോൾട്ട് ഇവിടെ ഉണ്ട്. ഓക്കെ, ഇനി ഇത് എന്ത് ചെയ്യാം, ഇതിൽ കൂടെ പോകുന്ന കറണ്ടിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. കാരണം ഇക്വലൻ്റ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ ഇനി വളരെ എളുപ്പമാണ്. സിമ്പിൾ നെറ്റ്വർക്കായിട്ട് മാറിയില്ലേ. ഏതൊക്കെയാണ് വാല്യൂ എന്ന് പറഞ്ഞ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഒരു 3 ഓം ഉണ്ട്, ഇവിടെ ഒരു 3 ഓം ഉണ്ട്. രണ്ടും കൂടെ ചേർന്നിട്ട് 6 ഓം ആവും. ഈ 6 ഓമും ഈ 3 ഓമും കൂടെ പാരലൽ കോമ്പിനേഷൻ. അപ്പോൾ എന്ത് വരും, 6ഉം 3ഉം പാരലൽ എന്ന് പറഞ്ഞാൽ 6 × 3 / 6 + 3 ദാറ്റ് ഈസ് 2 ഓം. അപ്പോൾ ഈ ഒരു ബ്രാഞ്ചിൽ ഈ 2 പോയിൻറ്റ്സിന് അക്രോസ് മൊത്തമായിട്ട് എത്ര റെസിസ്റ്ററേ വരുന്നുള്ളൂ, ഒരു 2 ഓം റെസിസ്റ്ററേ വരുന്നുള്ളൂ. അപ്പോൾ ഈ സർക്യൂട്ടിനെ നമുക്ക് ഒന്നും കൂടെ കുട്ടപ്പനാക്കി വരയ്ക്കാം. ഈ സർക്യൂട്ടിനെ ഒന്നും കൂടെ റെഡിയാക്കി നമ്മൾ വരയ്ക്കുമ്പോൾ വി വിൽ ഗെറ്റ് ദ ഫൈനൽ സർക്യൂട്ട് ആസ് ഒരു 50 വോൾട്ട്, പിന്നെ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഒരു 3, പിന്നെ മൊത്തത്തിലുള്ള 2. സോ ദിസ് വിൽ ബി ദ സർക്യൂട്ട്. അപ്പോൾ 50 3 + 2. അപ്പോൾ ഇതിൽ കൂടെ പോകുന്ന കറണ്ട് എത്രയായിരിക്കും? ദ കറണ്ട് ഈസ് ഈക്വൽ ടു ടോട്ടൽ വോൾട്ടേജ് ഡിവൈഡഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ്. എത്രയാണ്? 3 ഓമും 2 ഓമും സീരീസ്. സോ ടോട്ടൽ റെസിസ്റ്റൻസ് ഈസ് 5 ഓം. 50 / 5 ഈസ് 10 ആംപിയർ. So the current flowing through the network, current drawn by the network is എത്ര ആൻസർ കിട്ടുക നമുക്ക്? 10 amperes. ഓപ്ഷൻ ബി കറക്റ്റ് ആൻസർ ആയിട്ട് കിട്ടും. അപ്പോൾ നെറ്റ്വർക്കിനെ ഒന്ന് സ്റ്റാർ ഡെൽറ്റ വെച്ചിട്ട് ട്രാൻസ്ഫോം ചെയ്ത് സിംപ്ലിഫൈ ചെയ്ത് വരച്ചു. കുറച്ച് ടൈം കൺസ്യൂമിങ് ആണ്, പക്ഷേ നമുക്ക് ഈ ടെക്നോളജി അറിയാമെങ്കിൽ ഇത് ഇത്രത്തോളം ടൈം എടുക്കില്ല. കാരണം നമുക്ക് നോക്കിക്കൊണ്ട് കണ്ടുപിടിക്കാവുന്ന പ്രോബ്ലമാണ്. അതായത് ഇവിടെ 2 ഓം ഉണ്ട്, 2 ഓം ഉണ്ട്, 2 ഓം ഉണ്ട്. സ്റ്റാർ ആണ്. ഡെൽറ്റയിലേക്ക് മാറ്റുമ്പോൾ ഇങ്ങനെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ നമുക്ക് മാർക്ക് ചെയ്യാം. ഇവിടെ 6 വരും, ഇവിടെ 6 വരും, ഇവിടെ 6 വരും. 2 6 പാരലൽ 3, 2 6 പാരലൽ 3, 2 6 പാരലൽ 3, 3 3 സീരീസ് 6, 6 3 പാരലൽ 2, 2 3 സീരീസ് 5, 50 / 5. അങ്ങനെ നമുക്ക് നോക്കിക്കൊണ്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. കുറച്ച് പ്രാക്ടീസ് ഉണ്ടാവുമെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ അതിൻ്റെ ആൻസർ കണ്ടുപിടിക്കാം. ഇത്രയും സ്റ്റെപ്സ് എടുക്കില്ല. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരേണ്ടത് കൊണ്ട് കുറച്ച് സ്ലോ ആയിട്ട് ടൈം എടുത്ത് പറഞ്ഞു എന്നേ ഉള്ളൂ. So the next question, a voltage V equal to 20 sin 314t plus 30 degree is applied across an RLC series circuit where R is equal to 5 ohm, XL is equal to 25 ohm, XC equal to 20 ohm. The current through the circuit will be. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇതൊരു AC സർക്യൂട്ടാണ്. അപ്ലൈ ചെയ്തിരിക്കുന്ന വോൾട്ടേജ് നിങ്ങൾക്ക് ഇവിടെ കാണാം 20 sin സംതിങ്. അപ്പോൾ അതൊരു AC വോൾട്ടേജ് ആണ്. അപ്ലൈ ചെയ്തിരിക്കുന്നത് RLC സീരീസ് സർക്യൂട്ടിലാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സർക്യൂട്ടിൽ റെസിസ്റ്റേഴ്സ് ഉണ്ടാവും, ഇൻഡക്ടേഴ്സ് ഉണ്ടാവും ആൻഡ് കപ്പാസിറ്റേഴ്സ് ഉണ്ടാവും. ഓൾ ഓഫ് ദം കണക്റ്റഡ് ഇൻ സീരീസ്. ഇതാണ് നമ്മുടെ സർക്യൂട്ട് എന്ന് പറയുന്നത്. ഇതിനക്രോസ് ഒരു AC വോൾട്ടേജ് കണക്ട് ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് ദ V. ഓക്കെ, അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ. അതിൽ ഓരോ സംഭവങ്ങളും ഓഫർ ചെയ്യുന്ന ഇമ്പിഡൻസുകൾ പറഞ്ഞിട്ടുണ്ട്. റെസിസ്റ്റർ ഓഫർ ചെയ്യുന്ന ഇമ്പിഡൻസ് എന്ന് പറയുന്നത് 5 ഓം ആണ്. ഇൻഡക്ടർ ഓഫർ ചെയ്യുന്ന ഇമ്പിഡൻസ് 25 ഓം ആണ്. കപ്പാസിറ്റർ ഓഫർ ചെയ്യുന്ന ഇമ്പിഡൻസ് 20 ഓം ആണ്. ഇതും തന്നിട്ടുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ കൂടെയുള്ള കറണ്ടാണ് കാണേണ്ടത്. അപ്പോൾ AC സർക്യൂട്ടിൽ കറണ്ട് കാണുന്നത് DC-യിൽ കാണുന്നത് പോലെയല്ല, ചെറിയ വ്യത്യാസങ്ങളുണ്ട്. അതാണ് ഇവിടെ നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് നോക്കേണ്ടത്. അതായത് വോൾട്ടേജ് ഈസ് ഈക്വൽ ടു I × റെസിസ്റ്റൻസ് ആണ് DC സർക്യൂട്ടിൽ നമ്മൾ എഴുതുക. പക്ഷേ AC സർക്യൂട്ടിൽ നമ്മൾ ഇതുപോലെ ഇൻഡക്ടറും കപ്പാസിറ്ററും ഒക്കെ ഉണ്ടാകുമ്പോൾ V ഈസ് ഈക്വൽ ടു I × Z എന്ന് എഴുതും. വേർ Z ഈസ് ദ ഇംപിഡൻസ് ഓഫേർഡ് ബൈ ദ സർക്യൂട്ട്. റെസിസ്റ്റർ മാത്രമുള്ളെങ്കിൽ ആ പ്രതിരോധത്തിന് റെസിസ്റ്റൻസ് എന്ന് പറയും. റെസിസ്റ്ററും ഇൻഡക്ടറും കപ്പാസിറ്ററും ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ ഇമ്പിഡൻസ് എന്ന് പറയും. അപ്പോൾ I വാല്യൂ ഈസ് ഈക്വൽ ടു, I വാല്യൂ എത്രയാണ്? V / Z. വോൾട്ടേജ് ഓൾറെഡി തന്നിട്ടുണ്ട്, 20 sin സംതിങ് എന്ന് തന്നിട്ടുണ്ട്. സോ ദ വോൾട്ടേജ് ആംപ്ലിറ്റ്യൂഡ് ഈസ് 20 sin സംതിങ് എന്തെങ്കിലും ആവട്ടെ. ആൻഡ് ഓരോ ഇമ്പിഡൻസുകളും സെപ്പറേറ്റ് ഇമ്പിഡൻസ് വാല്യൂ ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഒരു RLC സീരീസ് സർക്യൂട്ടിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശരിക്കും R എന്ന് പറയുന്ന റെസിസ്റ്റർ ഓഫർ ചെയ്യുന്ന റെസിസ്റ്റൻസ് R, ഇൻഡക്ടർ ഓഫർ ചെയ്യുന്ന റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് J × XL ആണ്. കപ്പാസിറ്റർ ഓഫർ ചെയ്യുന്ന റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് -J × XC ആണ്. ഇങ്ങനെയാണ് ഇത് മൂന്നും ഓഫർ ചെയ്യുന്ന റെസിസ്റ്റൻസുകൾ, ഇമ്പിഡൻസുകൾ വരുന്നത്. അപ്പോൾ ടോട്ടൽ ഇമ്പിഡൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? R എന്ന് പറയുന്ന ഒരു റെസിസ്റ്റർ പ്ലസ് JXL എന്ന് പറയുന്ന ഇൻഡക്ടർ ഓഫർ ചെയ്യുന്നത്
മൈനസ് ജെ എക്സ് സി കപ്പാസിറ്റർ ഓഫർ ചെയ്യുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് ഈസ് ഈക്വൽ ടു ആർ പ്ലസ് ജെ ഇൻറ്റു എക്സ് എൽ മൈനസ് എക്സ് സി. ഇതാണ് ടോട്ടൽ ഇമ്പിഡൻസ് ഓഫേർഡ് ബൈ എ സീരീസ് ആർ എൽ സി സർക്യൂട്ട്. ഇതിൻ്റെ അകത്ത് നമുക്ക് മാഗ്നിറ്റ്യൂഡ് ഓഫ് സെഡ് കാണാം. കാരണം കറണ്ട് കണ്ടുപിടിക്കാൻ നമുക്ക് ആവശ്യമുള്ളത് മാഗ്നിറ്റ്യൂഡ് ഓഫ് സെഡ് ആണ്. കാരണം ഇവിടെ കറണ്ടിൻ്റെ ഫേസ് ചോദിച്ചിട്ടില്ല, മാഗ്നിറ്റ്യൂഡാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് സെഡ് മാഗ്നിറ്റ്യൂഡ് ഈസ് ഈക്വൽ ടു കോംപ്ലക്സ് നമ്പർ പ്രകാരം എ പ്ലസ് ഐ ബിയുടെ മാഗ്നിറ്റ്യൂഡ് റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. ഇവിടെ എ എന്ന് പറയുന്നത് ആറും ബി എന്ന് പറയുന്നത് എക്സ് എൽ മൈനസ് എക്സ് യു ആണ്. സോ സെഡ് മാഗ്നിറ്റ്യൂഡ് ഈസ് ഈക്വൽ ടു ആർ സ്ക്വയർ പ്ലസ് എക്സ് എൽ മൈനസ് എക്സ് സി ഹോൾ സ്ക്വയർ. ഇതാണ് സെഡ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല. അതിൽ എക്സ് എല്ലിൻ്റെ വാല്യൂ ആണ് 25 ഓം, എക്സ് സിയുടെ വാല്യൂ ആണ് 20 ഓം. സോ സബ്സ്റ്റിറ്റ്യൂട്ടിങ് ദ വാല്യൂസ് ഇൻ ഇക്വേഷൻ, ആറിന് പകരം നമ്മൾ എത്ര എഴുതും? 5 എന്ന് എഴുതും. സോ 5 സ്ക്വയർ പ്ലസ് എക്സ് എൽ എത്രയാണ്? എക്സ് എൽ എന്ന് പറയുന്നത് 25, എക്സ് സി എന്ന് പറയുന്നത് 20. സോ 25 മൈനസ് 20 ഹോൾ സ്ക്വയർ. സോ ദിസ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 5 സ്ക്വയർ 25, 25 മൈനസ് 25 അതിൻ്റെ സ്ക്വയർ വീണ്ടും 25. സോ റൂട്ട് 50 എന്ന് നമുക്ക് എന്ത് കിട്ടും? ഇമ്പിഡൻസിൻ്റെ ആൻസർ കിട്ടും. അപ്പോൾ ഇമ്പിഡൻസ് മാത്രം കണ്ടാൽ പോരാ, നമുക്ക് എന്ത് ചെയ്യണം? കറണ്ടിൻ്റെ മാഗ്നിറ്റ്യൂഡാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ കറണ്ടിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി എക്സ്പ്രഷൻ എഴുതി, വി ഡിവൈഡഡ് ബൈ മോഡ് സെറ്റ്. വിൻ്റെ എക്സ്പ്രഷനായിട്ട് ഇവിടെ തന്നിരിക്കുന്നത് 20 സൈൻ സംതിങ് എന്നും പറഞ്ഞിട്ട് ഒരു എ സി സിഗ്നലാണ് തന്നിരിക്കുന്നത്. അപ്പോൾ കറണ്ട് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ വെറും വിൻ്റെ മാഗ്നിറ്റ്യൂഡ് അല്ല എടുക്കേണ്ടത്, പകരം തന്നിരിക്കുന്ന എ സി വോൾട്ടേജിൻ്റെ ആർ എം എസ് വാല്യൂ ആണ് എടുക്കേണ്ടത്. സോ വി ആർ എം എസ് ഡിവൈഡഡ് ബൈ മോഡ് സെറ്റ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു വാട്ട് ഈസ് വി ആർ എം എസ്? 20 എന്ന് പറയുന്നതാണ് ആംപ്ലിറ്റ്യൂഡ് എങ്കിൽ 20 ഡിവൈഡഡ് ബൈ റൂട്ട് 2. ഒരു സൈനസോയിഡൽ സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എ ആണെങ്കിൽ അതിൻ്റെ ആർ എം എസ് വാല്യൂ എ ബൈ റൂട്ട് 2 ആയിരിക്കും. സോ ഹിയർ വി ആർ എം എസ് ഈസ് ഈക്വൽ ടു 20 ഡിവൈഡഡ് ബൈ റൂട്ട് 2 ഡിവൈഡഡ് ബൈ മോഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ റൂട്ട് 50. സോ ഇത് സോൾവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എത്ര കിട്ടും? 20 ഡിവൈഡഡ് ബൈ റൂട്ട് 2. റൂട്ട് 15 നമുക്ക് 2 ഇൻറ്റു 25 ആണ് 50. 5ൻ്റെ റൂട്ട് എടുക്കുമ്പോൾ 25ൻ്റെ റൂട്ട് എടുക്കുമ്പോൾ 5 പുറത്ത് വരും, പിന്നെ എന്തുണ്ടാവും? ഒരു റൂട്ട് 2 കിടക്കും. സോ റൂട്ട് 2 ഇൻറ്റു റൂട്ട് 2 2 ആയിട്ട് മാറും. ആൻഡ് 2 ഇൻറ്റു 5 10, 20 ഡിവൈഡഡ് ബൈ 10 ദാറ്റ് ഈസ് 2 ആംപിയർ. ഇതാണ് നമ്മുടെ ആൻസർ ആയിട്ട് ഇവിടെ വരിക. സോ വി വിൽ ഗെറ്റ് ദ ആൻസർ ആസ് 2 ആംപിയേഴ്സ്.